ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ വ്യാഴാഴ്ചകൾ നമ്മൾ ഹോളിസ്റ്റിക് ഹെൽത്ത് ആണ് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 15 നമ്മൾ ഹോളിസ്റ്റിക് ഹെൽത്തിൽ തന്നെ ഒരു ഹോളിസ്റ്റിക് ഫ്രീഡം എന്ന് പറയുന്ന ഒരു ടോപ്പിക്, തീർച്ചയായിട്ടും ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഒരു പാർട്ട് എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് ആരോഗ്യത്തിലാണെങ്കിലും മാനസികമായ തലത്തിലാണെങ്കിലും ഒക്കെ ഈ ആരോഗ്യം അല്ലെങ്കിൽ ഈ ഫ്രീഡം നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമുക്ക് ഒരു ഹോളിസ്റ്റിക് ഫ്രീഡത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും? ശരീരവും മനസ്സും ആത്മാവും എല്ലാം ഈ ഫ്രീഡത്തിന്റെ പാർട്ടാണ്. അത് എത്രമാത്രം ഇഫക്റ്റീവായിട്ട് ഈ ഫ്രീഡത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റും? അപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ ലങ്കോ സാറിലൂടെ നമ്മൾ മാനസികമായ ഫ്രീഡത്തിന്റെ ചില തലങ്ങളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. ഇവിടെ മൈൻഡ്ഫുൾനെസിന്റെ ഒരു പാർട്ട് നമ്മൾ കൃത്യമായിട്ട് കേട്ടിരുന്നു. അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ട്, ഹോളിസ്റ്റിക് ഫ്രീഡത്തിന്റെ സെക്കൻഡ് പാർട്ട് ലങ്കോ സാറിലൂടെ വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് കേൾക്കാം. എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട ലങ്കോ സാറിന്. ലങ്കോ സാർ, യു ആർ വെൽക്കം. Thank you, sir. Thanks a lot for giving opportunity. Even though I took an opportunity, എനിക്ക് സാബു സാർ എനിക്ക് ഒരു ഓപ്ഷൻ തരുമ്പോൾ I never say no. I expected my previous program to complete it by 6 o'clock and I can reach home by 6:50, start the program by 7. But എനിക്ക് പിന്നെ അവർ ഒരു ചെറിയ ക്ലൂ തന്നു, program may get extended up to 6:30. അപ്പോൾ ഞാൻ ചെറിയതായിട്ട് I had a concern, but the main thing I further said, yes, I will do it because I am a mindfulness player. ഈ മൈൻഡ്ഫുൾനെസ്സിൽ live in the present ആണ്. വൈകിട്ട് 7 മണിക്ക് എന്ത് സംഭവിക്കും അത് അപ്പോൾ നോക്കാം. ഇപ്പോൾ എനിക്ക് 3 മണിയാണ് അല്ലെങ്കിൽ 5 മണിയാണ്. 5 മണിയോ 3 മണിക്കോ ഉള്ള കാര്യം 3 മണിക്കും 5 മണിക്കുമുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. അല്ലാതെ നമ്മൾ ഫ്യൂച്ചറെ കുറിച്ച് ഒരുപാട് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ കാര്യമില്ല എന്ന് പറയുന്നതിന്റെ ഒരു റൈറ്റ് എക്സാമ്പിൾ ആണ് ഇലങ്കോസ് ടുഡേസ് ആക്ടിവിറ്റി. അവസരങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക അല്ലേ സാറേ? അവസരങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക, ഈ നിമിഷത്തെ ആനുകൂല്യം ഉപയോഗിക്കുക. കൺസേണോ ആകാൻ പാടില്ല. initially I planned to have the session from the car. only thing എൻ്റെ സെൽ ഫോണിലെ ചാർജ് 60 ഉള്ളൂ. അപ്പൊ sometimes it may get dried out. ഇടയിലെ I came up to and put on charge and I am moving on. No, it's a fantastic thing. എൻ്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് freedom, that to holistic freedom. So ഞാൻ ഫസ്റ്റ് ക്ലാസ് പറയുന്നത് freedom means everybody feel that they are let free, they can do anything what they want. അങ്ങനെ അല്ല എന്ന ഒരു സിംബോളിക് അല്ലെങ്കിൽ ഒരു സിംപ്റ്റമാറ്റിക് ഇൻഫർമേഷൻ ആണ് ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നിരുന്നത്. അതിൽ freedom means what I personally feel is it is a kind of restriction in which you have to carry on your freedom. ഒന്നുകൂടെ പറയാം. നമ്മളിപ്പോ കുറച്ചു മുമ്പ് നമുക്ക് ഈ ക്ലാസ് തുടങ്ങുന്നതിന് 1 മിനിറ്റിന് മുമ്പ് എനിക്കൊന്ന് സാബു സാറ് വെള്ളം ഇപ്പം കൂടിപ്പോയി, മഴ പെയ്യാണ്, കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. So you get free water. Very good free water. We don't try to have or utilize the freedom rightly. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? Today is 29th, 26 സംഭവിച്ച കാര്യമാണ്. ട്രിവാൻഡ്രത്ത് പൈപ്പ് പൊട്ടി ഒരു പർട്ടിക്കുലർ ഏരിയ were not having water supply. So as long as that area people felt freedom of utilizing the water with no concern, no restriction,
ഇതെല്ലാം ഇതാണ്. വാട്ട് ഈസ് ഫ്രീഡം? ഫ്രീഡം ഈസ് വൺ. There are two things. In case if you say that noun and verb, free ആണ്. Verbal freedom എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you have all the free items with you. Anything, water, air, everything are free, and you are permitted to walk free, except but ഒരു കാട്ടിനകത്ത് എവിടെ വേണമെങ്കിലും എങ്ങോട്ട് ഏത് ഡയറക്ഷൻ walk along the forest area without having any restriction. Restrictions എല്ലാം നമ്മൾ ഫ്രീഡം 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 എന്ന് പറയുന്നു. ബട്ട് 3 ദിവസത്തിന് മുമ്പ് ആ ഫ്രീ ആയിട്ട് അല്ല ഫ്രീഡം വെള്ളം നെട്ടോട്ട് ഓടുന്നതിന് ഈവൻ they were trying to not കറുപ്പിച്ചില്ല എന്ന് വരെ പറഞ്ഞു. That I saw that നമ്മുടെ ഹോളിസ്റ്റിക് ഫ്രീഡത്തില് ഫ്രീഡം നമ്മുടെ കയ്യിലുണ്ട്. ഫ്രീ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞാൻ എന്ത് വേണമെങ്കിലും സംസാരിക്കാം പറയുന്നത് ഫ്രീഡമാണ്. വെരി റൈറ്റ്, നോ ഡൗട്ട് അറ്റ് ഓൾ. ബട്ട് സൊസൈറ്റിയിൽ സോഷ്യൽ എലമെന്റ് അല്ലെങ്കിൽ സോഷ്യൽ അനിമലായ നമ്മൾ ചില റെസ്ട്രിക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമ്മുടെ ഫ്രീഡം ഫുള്ളും പ്രൊലോങ് ചെയ്യത്തുള്ളൂ. ദാറ്റ്സ് വാട്ട് I was telling that day and today also. അപ്പോൾ ഫ്രീഡം ബോഡി 80, 90 years 100 years വരെ കൊണ്ടുപോകണമെങ്കിൽ freedom to carry but your body you will have freedom prolonged with പറയാൻ ഉദ്ദേശിച്ചത് ഇന്നത്തെ ഹോളിസ്റ്റിക് ഫ്രീഡം എല്ലാം ഫ്രീഡം അല്ല. ഈ സിമ്പിൾ എക്സാമ്പിൾ, നമ്മൾ ബ്രീത്ത് ചെയ്യുകയാണ്. ബ്രീത്ത് ഒരു റിതമാറ്റിക് ഒരു റൈറ്റ് മോഡ് അല്ലെങ്കിൽ ആ റിതം എപ്പോഴും ഒരു സിസ്റ്റത്തിൽ പോകുമ്പോൾ വി സേ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ലോ ഓഫ് ആവറേജ്. ഈ ലോ ഓഫ് ആവറേജ് എന്ന് പറയുന്ന ഒരു സാധനം ഓരോരോ മനുഷ്യനും എത്ര ലെങ്തി ബ്രീത്ത് അകത്ത് എടുക്കണം, എത്ര ലെങ്തി പുറത്ത് വിടണം. അപ്പൊ ആ ബ്രത്തിന്റെ ലെങ്ത് പോലും പ്രോബബ്ലി ഇറ്റ്സ് മെന്റ് ഇൻ ആവറേജ്. അപ്പൊ അതിന് മാറിയാൽ പോലും അവർ ബോഡി കണ്ടീഷൻ വിൽ മ്യൂട്ട് ആയല്ലോ. ഇപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ ക്ലിയർ ആണോ? മൂവിങ് ഓൺ. ഞാൻ സെൽഫോണിൽ സെഷൻ എടുത്തുകൊണ്ടിരിക്കുമ്പോ കോളുകൾ വന്നാൽ കുഴപ്പം സംഭവിക്കുന്നു. അതാണ് പ്രശ്നം പറ്റിയത്, വേറെ ഒന്നല്ല. സാറേ ബ്രീത്തിന്റെ പറഞ്ഞിട്ട് അവിടുന്ന് കട്ടായിരുന്നു. ഒരു സെക്കൻഡ് എനിക്ക് വിഷ്വൽ പെട്ടെന്ന് എന്താ യെസ്, ഞാൻ സെൽഫോണിലാണെന്ന് പറഞ്ഞിരുന്നല്ലോ. ഡിസ്റ്റർബ് ചെയ്തു. എനിക്ക് ആ ഫ്ലോ പോയി, അല്ലാതെ വേറെ we have freedom to have our breath and a different style ourselves.
ഡോക്ടർ നമ്മളെ പല കാര്യങ്ങൾ ഫ്രീഡം ഈസ് അപ് ടു ഓൺലി സെക്കൻഡ് ലെവൽ. ഇത് മനസ്സിലാക്കിയാൽ നമ്മുടെ ഫ്രീഡം എപ്പോഴും വിത്ത് സം ബൗണ്ടറീസ്, സം റെസ്ട്രിക്ഷൻസ് എന്ന് മാത്രം മനസ്സിലാക്കുക. ആ ഫ്രീഡമാണ് ഞാൻ പറഞ്ഞത്. വെള്ളം പണ്ട് കാലത്ത് ഞങ്ങളുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ കുറേ പാത്രങ്ങൾ, അതിൽ കുറേ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള സാധനങ്ങൾ കൊടുത്തു. എത്ര വെള്ളം ഉണ്ടെങ്കിൽ അതിന് പണ്ട് വയ്ക്കും. ഇപ്പോൾ 24 ഉപയോഗിക്കുന്നില്ല. സോ അവർ ഫ്രീഡം ഗോട്ട് ലെറ്റ് ഫ്രീ. ലെറ്റ് ഫ്രീ we are not able to meet the situation. Should always support us. The freedom should not only support us but also enhance our lifestyle. അത് പറ്റുവാണെങ്കിൽ മാത്രമേ നമ്മുടെ ഫ്രീഡമായിരിക്കുള്ളൂ. ഫ്രീഡമായിരിക്കുള്ളൂ. അത് ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഫ്രീഡത്തിന് എങ്ങനെ വാല്യൂ ചെയ്യണം? വാല്യൂ ചെയ്യുന്നതിന് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഐ ടെൽ യു, ഇപ്പൊ ജെൻ സി എന്ന് പറയുന്ന, അല്ലെ ജെൻ ഇസഡ് എന്ന് പറയുന്ന പഴയ വാക്കും, അല്ലെ ജെൻ സി എന്ന് പറയുന്ന ആൾക്കാർ എല്ലാവരും ആദ്യം മില്ലിയനേഴ്സ് ആയിരുന്നു, 2000-കളിൽ ജനിച്ചാണ്. അതിനെക്കാട്ടും ശേഷമായ ആൾക്കാരെല്ലാം ജെൻ സി എന്നാണ് പറയുന്നത്. അവർക്ക് ഈ 1947 അല്ലെങ്കിൽ അവൻ റോട്ടിൽ കൂടെ നേരെ പോകാൻ പറ്റത്തില്ല, അവൻ ഫ്ലൈറ്റിൽ കയറാൻ പറ്റത്തില്ല, അവൻ ട്രെയിനിൽ ഫസ്റ്റ് ക്ലാസ്സിൽ കയറിയതിനാണ് മഹാത്മാഗാന്ധിജീനെ ഇവർ അടിച്ച് തല്ലി പുറത്ത് കളഞ്ഞതായിട്ട് നമ്മൾ ഹിസ്റ്ററി വായിച്ചിട്ടുണ്ട്. അപ്പം ഈ ഫ്രീഡം എത്ര കഷ്ടപ്പെട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയതെന്ന് നമ്മൾ, unless we recognize it, that freedom may not be prolonging. Similarly, നമ്മുടെ ദേഹത്തും നമ്മുടെ ബോഡിയും നമ്മുടെ ഫിസിക്കൽ കണ്ടീഷനും ഫ്രീഡത്തിന് നമ്മൾ എത്ര സപ്പോർട്ടീവായിട്ടും എത്ര റെസ്ട്രിക്റ്റീവായിട്ടും, ദാറ്റ് മീൻസ് ഫെയർലി യൂസ് യുവർ ഫ്രീഡം. അതാണ് ഞാൻ പറയാവുന്നത്. യൂസ് ജെന്യുവൻലി, യൂസ് ഫ്രീലി, ബട്ട് യൂസ് വിത്ത് റെസ്ട്രിക്ഷൻസ്. ഈ കണ്ടീഷനിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലും നമ്മുടെ മൈൻഡിനും നമ്മുടെ കൂടെ എപ്പോഴും നിർത്താൻ പറ്റും. അതർവൈസ് എനിക്ക് ഇവിടെ നിന്ന് 10 അടിക്ക് അങ്ങപ്പുറത്ത് ചാടാമെന്നും മൈൻഡ് പറയും, ബട്ട് ഫിസിക്കൽ ബോഡി മേ നോട്ട് സപ്പോർട്ട് മീ. ഈ ഫിസിക്കൽ ബോഡി ഈസ് നോട്ട് സപ്പോർട്ടിങ്. Even mental body supports me. If physical body supports, I will not able to do it. അതേ കണ്ടീഷനിൽ എൻ്റെ ഫിസിക്കൽ ബോഡി സപ്പോർട്ട് ചെയ്യുന്നു, എനിക്ക് ചാടാൻ ആക്ച്വലി പ്രാക്ടിക്കലി പറ്റും. ബട്ട് ഞാൻ ചാടിയാൽ താഴെ പോകും, അല്ലെങ്കിൽ കാല് മുറിയും കൈ മുറിയും എന്ന് എൻ്റെ മെന്റൽ ബോഡി പറഞ്ഞാൽ, എനിക്ക് കോഷണർ ഓർഡർ, ഈ അമിഗ്ഡല കരിവാൻ എന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നാൽ, I will not able to execute it. That means, എന്താ അർത്ഥം? നമ്മുടെ ഫ്രീഡം should be rightly defined by me, which has two parts. One is mental body, another is physical body. ഇത് രണ്ടും നേരെ ചൊവ്വെ കൊണ്ട് ചെല്ലാൻ, you should always do mental exercise for you, physical exercise for you. What is exercise then? Exercise എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആരെങ്കിലും ഒരാൾ പറയുമോ? മനസ്സിനെയും ശരീരത്തിനെയും ശരിയായ അവസ്ഥയിൽ കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് എക്സസൈസ്. മാഡം, എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണക്ക് പഠിക്കുന്ന പിള്ളേരുടെ ഈ കണക്ക് 5 പേജ് പാഠം പഠിപ്പിച്ചിട്ട് 6ാമത്തെ പേജിൽ പറഞ്ഞിട്ടും എക്സസൈസ് നമ്പർ 13, അതിനകത്ത് ഒരു 10 കണക്ക് കാണും.
അവിടെ മൈൻഡിനും ബോഡിയിലും എവിടെയാണ് വരുന്നത്? പഠിപ്പിച്ച സാറ് എപ്പോഴും പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഇളമ്പോ ക്രോസ് ചെക്ക് ഇറ്റ് വിത്ത് അപ്ലൈങ് ഡിഫറെന്റ് വേർഡ്സ്. യെസ് പ്ലീസ്. അപ്പോൾ ഇങ്ങനത്തെ വാക്കുകളാണ്. അപ്പം എക്സസൈസ് മീൻസ് നത്തിങ് എൽസ്, ക്യാരി ഓൺ പ്രാക്ടീസ്. ഓക്കെ, അടുത്ത പോയിന്റ്. അപ്പൊ പ്രാക്ടീസ്, ഇവിടെ പറയുന്ന പ്രാക്ടീസ് എന്താണ് മാഡം പറഞ്ഞത്? മൈൻഡിനും ബോഡിയിനും ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിൽ പോകുന്നത്. ആ കണക്ക് ആദ്യം പഠിപ്പിച്ചു തന്നിട്ട് ആ കണക്കിന് അനുയോജ്യമായ കുറെ എക്സസൈസുകൾ അല്ലെങ്കിൽ കുറെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് കാണും. അത് 3, 4, 5 എണ്ണം ചെയ്തു വരുമ്പോൾ we will get thorough clarity on that particular area. അതേപോലെ ഞാൻ എൻ്റെ ബോഡിയും മൈൻഡും സിങ്ക്രണൈസ് ചെയ്യാനുള്ള എക്സസൈസ് ചെയ്യും. I will get clarity on my mental body. What is it, the meaning of clarity over there? Clarity of physical body എന്ന് പറയുന്നത് എനിക്ക് ഫിസിക്കൽ ബോഡി എന്ന് പറയുന്നത് കാല് എത്ര മടങ്ങണോ, എത്ര ഡിഗ്രി മടങ്ങണോ അത്ര ഡിഗ്രി മടങ്ങണം. കൈ എത്ര ഡിഗ്രി മടങ്ങണോ അത്ര ഡിഗ്രി മടങ്ങണം. എവിടൊക്കെ ഫോൾഡ് ആക്കാൻ പറ്റുമോ അവിടൊക്കെ ഫോൾഡ് ആകണം. എവിടെ ഫോൾഡ് ആകാൻ പാടില്ലയോ അവിടെ ഫോൾഡ് ആകരുത്. അപ്പം ഓരോരോ സ്ഥലത്തും അതെല്ലാം അതേപോലെ നടക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡി സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ അർത്ഥം. മെന്റൽ ബോഡി അത് ഒരു വല്ലാത്ത ഒരു സാധനമാണ്. വാട്ട് ഈസ് മൈൻഡ് എന്ന ചോദ്യത്തിന് ഇന്ന് വരെ ആരും കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞില്ല. എല്ലാവരും പറയുന്നത് ഹോൾസമ്മും ബോഡി ആൻഡ് ഇതും എല്ലാം കൂടെ ചേർന്ന് വർക്ക് ചെയ്യുന്നതാണ്. റൈറ്റ്, 100%. ആസ് ഓഫ് നൗ ഇറ്റ് ഇസ് 100%. പക്ഷെ ആ മൈൻഡിനെ നമ്മൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യും? നസീം മാം ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിച്ചതാണോ? കൈപൊക്കിയത് പോലെ തോന്നി. യെസ് പറഞ്ഞതാണോ? അങ്ങനെ വരുമ്പോൾ നമ്മുടെ മൈൻഡ് ഇന്ന് വരെ ഒരു ക്രൂരന്റെ മൈൻഡും ഒരു നല്ല ഒരുത്തന്റെ മൈൻഡും ഒരു സെഷൻ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേപോലത്തെ ഒരു മനുഷ്യൻ ഇതിന്റെ ആട് എന്ന് പറഞ്ഞാൽ എവറി റൈറ്റ് ക്യാൻ ബി പ്രൂവ്ഡ് ആസ് എ റോങ്, എവറി റോങ് ക്യാൻ ബി പ്രൂവ്ഡ് ആസ് എ റൈറ്റ്. ഇങ്ങനെയും അങ്ങനല്ല, ഇങ്ങനല്ല, ഇങ്ങനല്ല, അങ്ങനല്ല, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇങ്ങനെയാണ്, അങ്ങനെയാണെന്ന് പല കഥകൾ പറയുന്നു. ദിസ് ഇസ് വാട്ട് ദ മൈൻഡ് ഇസ്. അപ്പൊ മൈൻഡ് വിചാരിച്ചാൽ നമ്മുടെ ബോഡിയിലെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. വെൻ യു ഗെറ്റ് അപ്പ് ആഫ്റ്റർ സം ടൈം, നിങ്ങളുടെ മൈൻഡ് പറയാണ് നോ യു ആർ ഫുള്ളി ടയർഡ്, യു കാൻ ഗെറ്റ് അപ്പ് ആൻഡ് വാക്ക്, അല്ലെങ്കിൽ നിനക്ക് ഇപ്പൊ ആഹാരം കഴിക്കണം, ശരിയാവത്തില്ല എന്ന് ബോഡി മൈൻഡ് പറഞ്ഞാൽ ചിലപ്പോൾ ഫിസിക്കൽ അക്സെപ്റ്റൻസ് വേണമെന്നില്ല. ഇപ്പൊ ഫിസിക്കലും മെന്റലും സിങ്ക്രണൈസ് ചെയ്ത് കൊണ്ടുപോകുവാണെങ്കിൽ we will lead to a rightful life, a happy life എന്ന് ഷോർട്ട് ആയിട്ട് പറയാം. there is no happiness, there is no sadness. ഇത് രണ്ടും we define what is sad, what is happiness. For example, ഈ പണ്ട് ഞാനൊരു കഥ വായിച്ചിട്ടുണ്ട്. സർപ്പത്തിനെ കൊണ്ട് മീൻസ് ഈ ഡ്രഗ് കിട്ടാത്ത സമയങ്ങളിൽ കോബ്ര അല്ല, അതിനെക്കാട്ടും കുറച്ച് കുറഞ്ഞ വെനമസ്
സ്നേഹിനെ കൊണ്ട് കയ്യിൽ കുത്തിപ്പിക്കുന്നു. അപ്പം ഇങ്ങനെ കുറെ സ്റ്റിങ്കിങ് ക്രീച്ചറിനെ കൊണ്ട് ചെയ്യുമ്പോൾ അവർക്ക് we initially say that it is a sad thing or sorrowness or or pain, but on the other hand he says that he get pleasure. The pain and pleasure theory avideയാണ് പറഞ്ഞത്. Of course psychology in the pain and pleasure theory plays a vital role. For the purpose of pleasure, in case if you have pain, that pain can be and you can convert that pain to pleasure. ഇത് തന്നെയാണ് മൈൻഡ് എപ്പോഴും ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? എനിക്ക് ഞാൻ ഒരു സിറിഞ്ച് കൊണ്ട് കയ്യിലെ കുത്തി കുറെ മെഡിസിൻ കയറ്റാൻ എന്നെ പെയിൻ ചെയ്യുന്ന സമയത്ത് I know that I am prickling, I am rather pinching, but ഞാൻ ഹാപ്പിയാണ്. എന്താണ്? ഡോക്ടർ പറഞ്ഞ മെഡിസിൻ ഇഞ്ചക്ഷൻ എടുക്കുകയാണ് അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുകയാണ്, ഐ ആം ഓൾ റൈറ്റ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ മൈൻഡിൽ ഞാൻ പറയാണ്, when I get pain, I am supposed to be happier. ഇതെല്ലാം മൈൻഡിന് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ്. So give instruction to your mind that you will be ever happier. എന്ത് ചെയ്താലും എന്ത് കഷ്ടം വന്നാലും അതിനെ ഹാപ്പിയർ ആയിട്ട് മാറ്റാൻ പറ്റും. മാറ്റുവാണെങ്കിൽ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിലും നമുക്ക് അങ്ങനെ കൺവെർട്ട് ചെയ്യാൻ പറ്റും. അതിന്റെ മെയിൻ പോയിന്റ് അഗൈൻ ഐ വിൽ കം ബാക്ക് ടു ഫ്രീഡം. Freedom is one. In case if you run with restriction for quite long period, for some time, that restrictive freedom will carry you ever long. But without restriction, if you have a freedom, that freedom is going to be only short spell. Short spell എന്താണ്? ഞാൻ 3 days back ബംഗ്ലാദേശിനെ കുറിച്ച് ഒന്നുകൂടെ വായിക്കുമായിരുന്നു. ബംഗ്ലാദേശിലെ initially Sheikh Hasina was thrown out. Mr. Yunus was brought in. So Yunus ജർമ്മനിയിൽ ഇരുന്ന് പറക്കുമ്പോൾ തന്നെ പറഞ്ഞു, I will be ensuring that peace prevails. 3rd day എന്ന് പുള്ളി ടേക്ക് ഓവർ ചെയ്തിട്ട് 20 days ആയി, ഇപ്പോഴും അക്രമങ്ങൾ കുറഞ്ഞില്ല. That means people started feeling the taste of unrestricted freedom. ആര് വേണമെങ്കിലും കൊല്ലാം, എവിടെ വേണമെങ്കിലും തീ കത്തിക്കാം, ഏത് പെട്രോൾ പമ്പിന് വേണമെങ്കിലും അടിച്ചു തള്ളാം എന്നൊക്കെ അവര് മനസ്സിൽ 2 ദിവസം ഇൻസ്ട്രക്ഷൻ കൊടുത്തപ്പോൾ 3rd day when somebody is trying to give restriction, that restriction is getting not materialized. ഇങ്ങനെ ഒരു സിസ്റ്റം, ഇത് ഈ സോഷ്യൽ സിസ്റ്റം നമ്മുടെ ദേഹത്തിനകത്ത് എന്ത് സിസ്റ്റം ഉണ്ട്? യു ഷുഡ്, നമ്മുടെ കണ്ണ്, കാത്, ചെവി, ഗവാ അല്ലെങ്കിൽ വയറ്, പാൻക്രിയാസ്, യു കൻ ടേക്ക് എനിത്തിങ് എൽസ്. ഇതെല്ലാം ചേർന്ന് ഒരു ഈ സിസ്റ്റത്തിൽ advantage to your mouth and taste buds. That is going to disturb experience. What are they? Other any ഇടയ്ക്ക് ബ്രേക്ക് ആയി സാറേ, ഇടയ്ക്ക് വോയിസ് ബ്രേക്ക് ആയി. വോയിസ് ബ്രേക്ക് എത്ര എല്ലാവരും ബ്രേക്ക് ആയത് മാഡം? വളരെ കുറച്ചു നേരം. ഓക്കെ, ഞാൻ എവിടെ നിർത്തി എന്ന് പറഞ്ഞാൽ ഐ വിൽ റിപ്പീറ്റ്. ഒരു 1/2 മിനിറ്റോ അങ്ങനെ എന്തോ ഉണ്ട്, മനസ്സിലായില്ല. അല്ല, മാത്രം എവിടെ വേറെ പിക്കപ്പ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പിക്കപ്പ് ആകാത്ത ഏരിയയിൽ ചെറിയ ബ്രേക്ക് ഉള്ളൂ, ജസ്റ്റ് വോയിസ് ബ്രേക്ക് വന്നുള്ളൂ. കണ്ടിന്യൂ ചെയ്തു. ഫോണിന് ഇവിടെ റേഞ്ച് കുറവോ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആയിട്ട് ഡിസ്റ്റർബ് ചെയ്യാത്ത ഒരു ഹാൾ കിട്ടാൻ വേണ്ടി ഇതിനകത്ത് വന്ന്, അത് മാത്രല്ല ബോട്ടിൽ എടുത്ത് ബാക്കിൽ വെച്ചിട്ട് ഒരു വെച്ചിരിക്കുന്നത് ഇപ്പൊ തൽക്കാലം.
കുഴപ്പമില്ല സാർ, കണ്ടിന്യൂ ചെയ്തോളൂ, കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഉദ്ദേശം നമ്മുടെ ഫ്രീഡം മീൻസ് we should remember freedom is not really സാറേ മ്യൂട്ടായി പോയി. ഇടയ്ക്ക് കോള് വരുന്നുണ്ടാവും, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. കോള് വരുമ്പോ സമയത്ത് ഫുൾ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളത് അതുകൊണ്ടാണ്. ഒരു മിനിറ്റ് വെയിറ്റ് സാർ, മൊബൈലിലാണ് ചെയ്യുന്നത്. sir sorry ഓക്കെ സാർ കണ്ടിന്യൂ ചെയ്തോ, കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. ഓക്കെ, രണ്ടാമത്തെ ഫ്രീഡം എന്ന് പറയുന്നത് ഹോളിസ്റ്റിക് ഫ്രീഡം. ഞാൻ ഒരു ഇനിഷ്യൽ ആ ഫ്രീഡത്തിനടുത്താണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ ഫ്രീഡത്തില് ഫർദർ എന്താന്ന് പറഞ്ഞാൽ ഈ ഫ്രീഡം ആക്ച്വലി ടു ഡെവലപ്പ് യുവർ ബോഡി ആൻഡ് തിങ്ക് ലിറ്റിൽ ഡിഫറently, ഫ്രീഡം is ever different. Slaves have never come out with a different idea or better idea than yesterday. അവർ എന്തുകൊണ്ട് വന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ബോഡിയിനെ, അവരുടെ മൈൻഡിനെ മെറുക്കി ഇങ്ങനെയേ നീ സംസാരിക്കാവൂ, ഇങ്ങനെയേ ചിന്തിക്കാവൂ, ഫർദർ ചിന്തിക്കാൻ പാടില്ല എന്ന് ഒരു റെസ്ട്രിക്ഷൻസ് വെച്ചിരുന്നു. ആ റെസ്ട്രിക്ഷനും unwanted restrictions ഉണ്ടെങ്കിലും നമ്മുടെ ബോഡി will not work rightly. So restriction should be a freedom one, but limited restrictions. 100% restriction ഇരുന്നാലും നമുക്ക് കുഴപ്പമാണ്. മീൻസ് എന്തെടുത്താലും നീ കഴിക്കാൻ പാടില്ല, അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, ഇത് കഴിക്കരുത് എന്ന് പറഞ്ഞാലും പ്രോബ്ലമാണ്. You should start to have everything, but with the limit level. When you have everything, ഈ ബാലൻസ്ഡ് ഡയറ്റ് എന്ന ഒരു സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബാലൻസ്ഡ് ഡയറ്റിൽ ഇത്ര കാർബ് വേണം, ഇത്ര ഫാറ്റ് വേണം, ഇത്ര പ്രോട്ടീൻ വേണം, ഇത്ര മെഗ്നീഷ്യം വേണം, ഇത്ര സിങ്ക് വേണം എന്ന കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ആരും വാങ്ങിക്കുന്ന ഫ്രൂട്ടിലോ ഫുഡിലോ അല്ലെങ്കിൽ മെറ്റീരിയലിലോ എന്ത് കണ്ടന്റ്സ് ഉണ്ടെന്ന് നമ്മൾ നോക്കി കഴിക്കാറേ ഇല്ല. അതാണ് നമ്മുടെ വലിയ പ്രോബ്ലം. ബിസ്ക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ബിസ്ക്കറ്റിന്റെ ബോക്സിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് നിനക്ക് ഇത്ര കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ഇത്ര മെഗ്നീഷ്യം ഉണ്ട്, ഇത്ര ഷുഗർ ഉണ്ട്, ഇത്ര അഡിറ്റീവ്സ് ഉണ്ട്, ആഡഡ് ഫ്ലവേഴ്സ് എത്ര ഉണ്ടെന്ന് ഇതെല്ലാം നോക്കുവാണെങ്കിൽ അവർ ഫ്രീഡം വിൽ ഗെറ്റ് നോട്ട് കട്ടൈൽ ബട്ട് ലിമിറ്റഡ്, ബട്ട് അവർ ഫ്രീഡം വിൽ ഗെറ്റ് പ്രൊലോങ്ഡ്. സോ നമ്മുടെ ഫസ്റ്റ് 5 അവയവങ്ങൾ മീൻസ് what you call the smell, visualization, auditory, visual, smell and taste, touch. ഈ 5 നമുക്ക് അറിയാവുന്ന എല്ലാവരും പരമാവധി മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ 5 ടേസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ 5 ഈ ബോഡിയുടെ ടോട്ടൽ സ്റ്റിമുലേറ്റീവ് പാർട്സിനെ കുറിച്ച് നമ്മൾ പീരിയോഡിക്കലി സംസാരിക്കേണ്ടത് ഒരു ആവശ്യം. ദ പോയിന്റ് ഓഫ് ഫ്രീഡം. സോ യു ക്യാൻ ടച്ച് ഓൺലി അപ് ടു ദ ലിമിറ്റഡ് ലെവൽ. അതിന് കൂടുതൽ പോയാൽ ഹേമ കമ്മിറ്റി താഴെ ഇറങ്ങും. യു ക്യാൻ ഹാവ് ഫുഡ് ഓൺലി അപ് ടു ദാറ്റ് ലെവൽ. യു ക്യാൻ സ്മെൽ ഓൺലി അപ് ടു ദാറ്റ് ലെവൽ. Beyond that, if you start smell, they will restrict or they will question you, why are you trying to smell this much? ബാക്കിയെല്ലാം താങ്കൾ ഫില്ലപ്പ് ചെയ്തോളൂ, പറയുന്നില്ല. ഈ പോയിന്റുകൾ ഓരോന്നും നോക്കുക. യു ക്യാൻ സ്റ്റെയർ എനിബഡി ഓൺലി 14 seconds. അപ്പം കാണുന്നത് 14 seconds വരെ കാണാം. 15 സെക്കൻഡ് ആയി കഴിഞ്ഞാൽ
ഋഷിരാജ് സിംഗ് ഉണ്ടെങ്കിൽ കേസ് ചെറുതാണ്. അപ്പൊ ഇതില് എല്ലാ കാര്യങ്ങളിലും freedom is there, but that freedom with restrictive level. That goes the system perfectly in a standard level. അപ്പൊ നമ്മൾ ഒരു സിസ്റ്റത്തിന് റൈറ്റ് ആയിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യണമെങ്കിൽ എനിവെയർ ആൻഡ് എവരിവെയർ യു ഷുഡ് ഹാവ് ഫ്രീഡം. ദാറ്റ് ഫ്രീഡം ഷുഡ് മീൻസ് അൺടച്ച്ഡ് ഫ്രീഡം ആകരുത്, അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ഫ്രീഡം ആകരുത്. You should have restrictive freedom by which your body, your mind, your social system, everything moves on a right pace. എങ്ങനെയാന്ന് പറഞ്ഞാൽ be human, always think of self. So we try to be always, ഞങ്ങളെ ഈ മൈൻഡ്ഫുൾനെസ്സിന് always it teaches about awareness. Okay, ഈ അവയർനെസ് എന്ന് പറയുന്നത് സെൽഫ് അവയർനെസ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ, എനിക്കെങ്ങനെ, എനിക്കെന്ത് ഗുണം, ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, ഇത് മാത്രമേ ബെനിഫിറ്റ് സൈഡിലേ നോക്കത്തുള്ളൂ. നമ്മുടെ വേ ഓഫ് വർക്ക് അതേഴ്സിനെ എത്ര ഡിസ്റ്റർബ് ചെയ്യുന്നത് നമ്മൾ വി നെവർ തിങ്ക്. ഇപ്പൊ റോട്ടിൽ കൂടെ തന്നെ കാർ ഓടിക്കുമ്പോൾ ഒരാളിനെ വേറൊരാൾ ഓവർടേക്ക് ചെയ്ത് സൈഡിൽ കൂടെ ലെഫ്റ്റിൽ കൂടെ വന്ന് ഫ്രണ്ടിൽ ടേക്ക് ഓവർ ചെയ്യാൻ എങ്ങനെങ്കിലും ഐ ഷുഡ് ഗോ ഫസ്റ്റ് എന്നാണ് ചിന്തിക്കുന്നത്. That guy never thinks that when I flood like this, other proper ആയിട്ട് വണ്ടി ഓടിക്കുന്നവന്റെ കണ്ടീഷൻ എന്താകുമെന്ന് ചിന്തിക്കുന്നില്ല. This is the same situation in our social condition of emotions also. So നമ്മുടെ individual emotions, individual freedom should not disturb others. അതാണ് ഞാൻ റെസ്ട്രിക്റ്റീവ് ഫ്രീഡം എന്ന് ഇൻഡിവിജ്വലി, whether you have inner body or outer body. ഔട്ടർ ബോഡിയിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അവർ ഫ്രീഡം ഈസ് അപ് ടു ദ നോസ് ഓഫ് ദ നെക്സ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിനും അത്രയും ഫ്രീഡം ഉണ്ട്. ആ ഫ്രീഡത്തിനെ അവർക്ക് ഉപയോഗിക്കണമെങ്കിൽ ഐ ഷുഡ് ബി റെസ്ട്രിക്റ്റഡ് മൈസെൽഫ്. എനിക്ക് ഈ ഹൈവേയിലുള്ള റോഡിന് 3 ലെയിനും കൂടെ ഇങ്ങോട്ട് ഞാൻ ലെയിൻ നമ്പർ 1, ലെയിൻ നമ്പർ 2, ലെയിൻ നമ്പർ 3 സഞ്ചരിക്കാവോ? സഞ്ചരിക്കാം. So when I travel in lane number 3, other car is trying to run on lane number 2. I can't go to lane number 2 and that can time. അത് തന്നെയാണ് നമ്മുടെ ദേഹത്തിലും നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത് വേറൊരു ബോഡിയുടെ എൻസൈം ഡിസ്റ്റർബ് ചെയ്യാതിരിക്കണമെങ്കിൽ അവർ മെന്റൽ സ്റ്റേറ്റസ് ഷുഡ് ബി ഓൾവേസ് ഓൺ അമിയബിൾ ആൻഡ് സിങ്ക്രണൈസ്ഡ് ലെവൽ. ആ സിങ്ക്രണൈസ്ഡ് ലെവൽ എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ we should have always restrictive freedom for everything, either for your tongue or your ears or your eyes or your nose or your body skin. അപ്പം ആ റെസ്ട്രിക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാലത്തോളം you will be totally free from all disturbances, all deviations. So you will be moving on center path, means the average or law of average kuda sanjariക്കുമ്പോൾ it will not disturb and you will not be disturbed by others. നമ്മൾ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുന്ന കാലത്തോളം മറ്റുള്ളവർ നമ്മളെയും ഡിസ്റ്റർബ് ചെയ്യത്തില്ല. ഇതേ തന്നെയാണ് ദേഹത്തിനകത്തും. when you have a right mode of breathing, ഇൻഹേലിങ്ങും എക്സേലിങ്ങും റൈറ്റ് മോഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലങ്സും ഹാർട്ടും എല്ലാം ക്ലിയർ ആയിരിക്കുന്ന സമയത്ത് കിഡ്നിയും പെർഫെക്റ്റ് ആയിട്ട് വരും. When all the vital organs run smoothly, you will be free from all endangers. ഇതിനു വേണ്ടി you should start thinking about not only freedom but also the holistic freedom. In a holistic freedom, ഒരു particular limb-നെ മാത്രമല്ല, the total wholesome group of your body as per Gestalt theory എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അദ്ദേഹമാണ് ഹോൾസം ഗ്രൂപ്പിൽ ഹോൾസം സിസ്റ്റത്തിൽ സംസാരിച്ച ഒരു തിയറിയാണ്. Okay, that is the perfect way of running holistic
good or holistic system. So as long as the holistic system runs, not only me, and the neighbor nannayirikkum, society baakiyullavarum nannayirikkum. So in the holistic, I again repeat it, all the 4 persons. One is myself, the second is the second person who is in front of me, the third person is he or she, the fourth is the environment. ഈ 4 പേരും നന്നാകണമെങ്കിൽ ഞാൻ നന്നായാൽ നാട് നന്നാകും എന്ന് പണ്ട് പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. When each element becomes all right, every element becomes good. Get influence of the first person. ആ ഫസ്റ്റ് പേഴ്സന്റെ ഇൻഫ്ലുവൻസ് സെക്കൻഡ് പേഴ്സണും തേർഡ് പേഴ്സണും കിട്ടുമ്പോൾ ഓൺ ദ ഹോൾ ദ എൻവയോൺമെന്റ് ഇറ്റ്സെൽഫ് വിൽ കറക്റ്റ് ഇറ്റ്സെൽഫ്. അപ്പോൾ ആ കറക്ഷൻ സംഭവിച്ചാൽ നമുക്ക് എന്നും ജീവിതം നല്ല രീതിയിൽ പോകും എന്നതിൽ ഒരു സംശയമില്ല. ഫോർ ദാറ്റ് നമ്മൾ ഫ്രീഡം 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 എന്ന് സംസാരിക്കുന്ന ഓരോ ദിവസം സൈഡിൽ കൂടെ ഒരു ലൈൻ എഴുതി പോവാ, മാർജിൻ സൈഡ് റെസ്ട്രിക്ഷൻ 1, റെസ്ട്രിക്ഷൻ 2, റെസ്ട്രിക്ഷൻ 3, റെസ്ട്രിക്ഷൻ. So each time you simultaneously read your freedom with restriction, freedom with restriction, freedom with limitations, freedom with boundaries. ഇതെല്ലാം വായിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ either you can take for your body, your mind, your thinking. So thinking level ഒരു കാര്യം കൂടെ നമുക്ക് പറയാം. You start thinking, it is your acceptable thinking. All the acceptable thinking are positive thinking. So എൻ്റെ കണക്കിൽ there is no positive thinking, there is no negative thinking. All things, thoughts are merely thoughts. Thoughts may be truthful thought may be something else, may not be truthful thoughts. ഇങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ്സിൽ ഞാൻ പഠിച്ചത്. സോ തോട്ട്സിനെ നമ്മൾ പല സമയങ്ങളിലും പോസിറ്റീവ് തോട്ട്, നെഗറ്റീവ് തോട്ട്സ് എന്ന് നമ്മൾ പറയുന്നത്. ഒരാളെ ചീത്ത വിളിക്കുന്നതിന് അത് നെഗറ്റീവ് തോട്ടാണോ പോസിറ്റീവ് തോട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൊള്ളാം. വെൻ ഐ നീഡ് ടു അബ്യൂസ് ആർ സേ സം ഡിഫറെന്റ് വേർഡ്സ് ടു സംബഡി, അത് പറയുമ്പോൾ എനിക്ക് പ്ലഷർ കിട്ടുവാണെങ്കിൽ ഐ ഷുഡ് കൺസിഡർ ദാറ്റ് ആസ് എ പോസിറ്റീവ്. ബട്ട് ഫോർ ദ തേർഡ് പാർട്ടി ഹു ഈസ് ഹിയറിംഗ്, not even second party, the third party even will feel that this guy is talking all unwanted thoughts. അപ്പം ഇത് മോശമല്ലേ എന്ന് അയാൾ വിചാരിക്കുന്നുണ്ട്. അവൻ എന്തെങ്കിലും പറയുന്ന, അവൻ അങ്ങനെയേ ഉള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ he will also have positive. So നമ്മൾ ഏത് കളർ, ഏത് ചായം എപ്പോഴും എന്തിനു മുകളിൽ പൂശുന്നോ അതാണ് നമ്മുടെ സിസ്റ്റം, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളും നമ്മുടെ എമോഷൻസും മെയിൻ ഭാഗം. എല്ലാ നെഗറ്റീവിനും പോസിറ്റീവ് ആക്കാൻ പറ്റും, എല്ലാ പോസിറ്റീവിനും നെഗറ്റീവ് ആക്കാൻ. അതാണ് നമ്മൾ പണ്ട് കഥ വായിച്ചുകൊണ്ട് പോകുന്നത്. പുറത്തുള്ള ഈ മാർക്കറ്റിലിരുന്ന് ഒരു കഴുതയെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഇത് കഴുതയല്ല, ഇത് ആട് എന്ന് 2-3 പേർ പറയുമ്പോൾ ആടാക്കി ചിന്തിക്കും. പിന്നെ ഈ ആട്ടിന് മുകളിൽ അവൻ, പിന്നെ ചിലർ പറയും ഈ എന്തിനാ കഴുതയെ വാങ്ങിച്ചിട്ട് മുകളിലിരുന്ന് സഞ്ചരിച്ചാ പോരെന്ന്. അപ്പൊ അതുപോലെ പോകും. വേറൊരുത്തണം വന്നിട്ട് പറയും, രണ്ടാമത്തെ ആള് പറയും കഴുതയ്ക്ക് ഇത്രയും കാല് കൊണ്ട് ഉപയോഗിച്ചാൽ പോരെ എന്ന് പറയും. ഇടങ്ങി നടക്കടാന്ന് പറയും, അവൻ നടക്കും. അപ്പൊ ഇങ്ങനെ ഓരോരാളും പറയുന്നതനുസരിച്ച് നമ്മൾ നടന്നാൽ സൊസൈറ്റിയിൽ സംടൈംസ് we will get mad. Take your own decision, move rightly on your path, but after having a holistic system of restrictive freedom or limited freedom. അങ്ങനെ നടന്നാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയും നമ്മുടെ ലൈഫും ever it will be happier. And third important point is, when you have freedom, never think that the whole world is yours. Simultaneously, never think that the world is controlling you. രണ്ടും പറ്റത്തില്ല. So if the world feels that the world is controlling you, you will get totally collapsed, because നമ്മുടെ ഒരു ചിന്തയും നമ്മുടെ ഒരു ആക്ഷനും നാട്ടുകാരുടെ അക്സെപ്റ്റ് ചെയ്തില്ല. ഞാൻ നന്നായാലും അവർ പറയും ഇങ്ങനെ ആയിപ്പോയിന്ന്. അവന്റെ വേറെ ഗമയാണ്, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവന്റെ ഗർവമാണ്, അതുകൊണ്ടാണ് 2 നില.
അവർ 2 പേര് താമസിക്കാൻ 2 മുറി പോരെ, 2 നിലയിൽ കെട്ടേണ്ട ആവശ്യമുണ്ടോ എന്ന് 4 പേര് പറയുമ്പോൾ നമ്മൾ അതും ആവശ്യമില്ല. So never get influenced by unwanted biasing of the society. Simultaneously, never try to bias the society. Everybody has their own freedom. ആ ഫ്രീഡത്തിൽ എല്ലാവരും ജീവിക്കുന്നത് ഒരാൾക്ക് ഒരാൾ സഹകരണം എന്നാണ്. ഒരു അമിയബിലിറ്റി അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ്നെസ്. ആ കോഓപ്പറേറ്റീവ്നെസ് എന്നാണ് എല്ലാ സമയങ്ങളിലും, വെദർ ഇൻ ആർ ബോഡി, എൻ്റെ ദേഹത്തിന് കൗണ്ട് ചെയ്താൽ പോലും എൻ്റെ മനസ്സ് എൻ്റെ കൈ പൊക്കാൻ ഉദ്ദേശിക്കുമ്പോൾ എൻ്റെ കൈ അതേപോലെ പൊങ്ങുവാണെങ്കിൽ I am cooperating with my mental condition. That means cognition. അപ്പോൾ നമ്മുടെ കോഗ്നിറ്റീവ് സിസ്റ്റം റൈറ്റ് ആയിരിക്കണമെങ്കിൽ റൈറ്റ് കോഓപ്പറേഷൻ ആർ റൈറ്റ് സിങ്ക്രണൈസേഷൻ ഓഫ് ഈച്ച് തിങ്സ് ആർ മാൻഡറ്ററി. അപ്പോൾ ലിംബിക്കൽ ആക്ടിവിറ്റീസ് നേരെ ചൊവ്വേ നടക്കണമെങ്കിൽ നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയും ഒരേ രീതിയിൽ ചിന്തിക്കണം, ഒരേ രീതിയിൽ ആക്ട് ചെയ്യണം. അപ്പം ആക്ഷൻ മാറുന്നത് എപ്പോഴെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും സോഷ്യൽ സിസ്റ്റത്തിൽ ഡീവിയേറ്റഡ് ബിഹേവിയർ ആയിട്ട് നമ്മൾ കാണുന്നതിന്റെ ഉദ്ദേശം അവരുടെ തിങ്കിങ്ങും അവരുടെ ആക്ടിവിറ്റീസും രണ്ടായിട്ട് നടക്കുമ്പോഴാണ്. അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയവൻ എന്ന് വിചാരിക്കുമ്പോൾ അവൻ ബാക്കി എല്ലാവരെയും പ്രശ്നം കാണിക്കും. അതുകൊണ്ടാണ് ചില ഹേമ കമ്മിറ്റി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ചില ആൾക്കാരിൽ അഭിനയത്തിൽ ഒരു ഫെമിനിൻ ജെൻഡർ വരണമെങ്കിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ വേറൊരാൾക്ക് ചെയ്തു കൊടുത്താലേ നടക്കൂ. പറയുന്നതിന്റെ അർത്ഥം ഇതാണ്. അപ്പം അങ്ങോട്ട് ഒന്നും നമ്മൾ കൂടുതൽ പോലെ ജസ്റ്റ് ഐ എം ഗിവിങ് എ ലൈവ് എക്സാമ്പിൾ, അത്രയേ ഉള്ളൂ. അപ്പം എപ്പോഴും എല്ലാവരും റെസ്ട്രിക്റ്റീവ് ഫ്രീഡത്തിൽ കൂടെ ജീവിച്ചാൽ നമ്മുടെ ബോഡി നന്നായിരിക്കും. നമ്മുടെ ബോഡി നന്നായിരിക്കുമ്പോൾ നമ്മുടെ തോട്ട് പ്രോസസ് നേരെ ഇരിക്കും. നമ്മുടെ തോട്ട് പ്രോസസ് നേരെ ഇരിക്കുമ്പോൾ നമ്മുടെ എമോഷൻസ് നേരെയാകും. നമ്മുടെ തോട്ടും എമോഷനും നേരെ അല്ലെങ്കിൽ സിങ്ക്രണൈസ് സിസ്റ്റത്തിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ കോഗ്നിറ്റീവ് ബിഹേവിയർ നേരെ ആയിരിക്കും. നമ്മുടെ കോഗ്നിറ്റീവ് ബിഹേവിയർ നേരെ ആയിരുന്നാൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന വൈഫോ അല്ലെങ്കിൽ ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ അവരും അതേപോലെ നമ്മളെ നോക്കി ഏപ്പിംഗ് ചെയ്യും. ഏപ്പിംഗ് അല്ലെങ്കിൽ കോപ്പിംഗ് ആസ് ഇറ്റ് ഈസ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഭാഷയിൽ പറഞ്ഞാൽ വെർബട്ടിംഗ്. വെർബട്ടിംഗ് എന്നാണ് പറയുന്നത്. അപ്പം അതേപോലെ അവരും പിക്കപ്പ് ചെയ്യും. അതേപോലെ അവരും പിക്കപ്പ് ചെയ്താൽ ബാക്കിയുള്ള മൂന്നാമത്തെ ആളും പിക്കപ്പ് ചെയ്യും. മൂന്നാമത്തെ ആളും പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സൊസൈറ്റി നന്നായിട്ട് വരണം. നന്നായിട്ട് വരണമെങ്കിൽ ഇനിഷ്യലി യു ആർ ദ പേഴ്സൺ ഹു ഇൻഡയറക്ട്ലി കൺട്രോൾസ് ദ എൻവയോൺമെന്റ് ഓഫ് ദ സൊസൈറ്റി. സോ ദ ഹോളിസ്റ്റിക് സിസ്റ്റം സ്റ്റാർട്ട്സ് ഫ്രം യു ആൻഡ് യു അലോൺ. ഒരാറുമല്ല. അല്ലെങ്കിൽ ഞാൻ മാത്രമാണ് ഉത്പാദിന്റെ എല്ലാ എനിക്ക് ഫ്രീഡത്തിന് എൻജോയ് ചെയ്യാനും പറ്റും. ഫ്രീഡത്തിന്റെ ഉള്ള റെസ്ട്രിക്ഷൻസ് എനിക്ക് മനസ്സിലാകുന്നോറും ഐ എവർ ലിവ് ദാറ്റ് ടു ദിസ് ഹാപ്പിനെസ് വിൽ ഗെറ്റ് കണ്ടിന്യൂസ്ലി പ്രൊലോങ്. ഇതാണ് ഇന്ന് ഞാൻ ഉദ്ദേശിച്ച ഒരു ഫ്രീഡം എന്ന ഒരു തിയറിയിലോട്ട് ഞാൻ ചിന്തിച്ചു. ഓക്കെ സാർ, താങ്ക് യു. അപ്പൊ തീർച്ചയായും ഇന്നത്തെ ഈ ആനുകാലിക തലത്തെ അല്ലെങ്കിൽ ആനുകാലിക സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും 2 തരത്തിൽ സാർ അതിനെ വ്യാഖ്യാനിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഫ്രീഡം ഓഫ് കെയർഫുൾ യൂസ് ഓഫ് അവർ 5 സെൻസസ്. നമ്മുടെ സെൻസറി ഇൻപുട്ടുകളെ വളരെ ശ്രദ്ധയോടുകൂടി യൂസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം. ഇത് നമുക്ക് ശാരീരികവും മാനസികമായ തലത്തിൽ വളരെയധികം പോസിറ്റീവ് ആവും. മറ്റൊരു തലത്തിൽ ചിന്തിക്കുമ്പോൾ വിത്ത് പോസിറ്റീവ് സോഷ്യൽ റെസ്ട്രിക്ഷൻസ്, ഫ്രീഡം വിത്ത് പോസിറ്റീവ് സോഷ്യൽ റെസ്ട്രിക്ഷൻസ്. അപ്പൊ ഈ 2 ഏരിയകളും നമ്മുടെ തന്നെയാണ്. നമ്മുടെ ഏരിയയാണ്. നമുക്ക് കൃത്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയകളാണ്. ഇവിടെ എത്രമാത്രം സോഷ്യൽ റെസ്പോൺസിബിൾ ആയിട്ട് ഇടപെടാൻ പറ്റുമോ അത്രമാത്രം ഫ്രീഡം എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന, അത് ഉപയോഗിക്കാൻ പറ്റുന്ന വ്യക്തിയായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. സോ താങ്ക് യു ഇളങ്കോ സാർ, വണ്ടർഫുൾ, റിയലി വണ്ടർഫുൾ. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മൾ ടി വിയിലൊക്കെ കാണുമ്പോഴെല്ലാം ഈ എക്സ്പ്ലോയിറ്റേഷന്റെ പാർട്ട്, പ്രത്യേകിച്ച് ഫ്രീഡത്തെയാണ്
പരസ്പരം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ കൃത്യമായിട്ടും നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം, പക്ഷെ അതിനകത്ത് ഒരു സോഷ്യൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള, അതും ഹോളിസ്റ്റിക് ആണ്, അത് ശാരീരികവും മാനസികവുമായ തലത്തിൽ അത്രമാത്രം ഇത് അഫക്റ്റഡ് ആകുന്നു എന്ന് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഉലഹന്നൻ സർ പ്ലീസ്. സാർ, ഒരു പ്രത്യേക ഫ്രീഡത്തെ കുറിച്ചുള്ള ഒരു പ്രത്യേക തോട്ടാണ് സാർ ഞങ്ങൾക്ക് തന്നത്. ഞാൻ പലപ്പോഴും പറയാറുള്ളത്, സ്വാതന്ത്ര്യം എനിക്കും സാറിനും സാറിനും ഇവിടെ എല്ലാവർക്കും തുല്യമാണ്. പക്ഷെ അത് എങ്ങനെ നാം എക്സസൈസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് അതിന്റെ വാല്യൂ നമുക്ക് കിട്ടുക. എനിക്ക് എൻ്റെ കൈ ഇളക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, വളരെ ശരിയാണ്. എത്രത്തോളം അത് നമ്മുടെ സെൽഫ് അവയർനെസ്സിലൂടെയാണ് നാം അത് കൊണ്ടുപോകേണ്ടത്. എനിക്ക് കൈനീട്ടാനുള്ള അധികാരം ഉണ്ടെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആളുടെ മൂക്കിലോ കണ്ണിലോ കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. അവിടെയാണ് റെസ്ട്രിക്ഷൻസ് നാം കൊടുത്തിരിക്കുന്നത്. ആ റെസ്ട്രിക്ഷൻ നാം അനുഭവിക്കണമെങ്കിൽ സെൽഫ് അവയർനെസ് അത്യാവശ്യമാണ്. ഈ സമൂഹത്തെക്കുറിച്ചുള്ള ധാരണ നമുക്ക് ആവശ്യമാണ്. ആ ധാരണ നമുക്ക് കിട്ടുമ്പോൾ നാം കറക്റ്റായി മൂവ് ചെയ്യുമ്പോൾ അടുത്ത ആളും ആ രീതിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെയേറെ ഉണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ പോവുള്ളൂ, നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇന്നത്തെ സമൂഹത്തിലെ പുതിയ തലമുറയുടെ പ്രത്യേകത തന്നെ അതാണ്. എനിക്ക് തോന്നും പോലെ ഞാൻ പോകും. നമുക്കറിയാം, റോഡിൽ ഇറങ്ങിയാൽ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന കണ്ട നമ്മൾ പതുക്കെ ഒന്ന് ശങ്കിച്ചു പോകും. അവന്റെ നിയമവും എൻ്റെ നിയമവും ഒക്കെ ഒന്ന് തന്നെയാണ്. പക്ഷെ അവന്റെ ഉദ്ദേശം എന്താണെന്ന് അവനോട് തന്നെ ചോദിക്കണം. എൻ്റെ ലൈൻ ഓഫ് ജേണിയിൽ എൻക്രോച്ച് ചെയ്തിട്ടാണ് അവന്റെ സ്പീഡും വില്ലത്തിലും കാണിക്കുന്നത്. അത് എൻ്റെ ജീവന് തന്നെ അപകടമാണ്. അപ്പൊ എൻ്റെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ ജീവൻ എടുക്കാൻ നാം അനുവദിക്കരുത്. അതിന് സെൽഫ് അവയർനെസ് അത്യാവശ്യമാണ്. ലൈഫ് സ്കിൽസ് അത്യാവശ്യമാണ്. എനിക്ക് ജീവിക്കാനുള്ള ആ ലൈഫ് സ്കില്ല് നാം പഠിച്ചു കഴിയുമ്പം മറ്റുള്ളവരെ ജീവിക്കാൻ നമ്മൾ അനുവദിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ലെറ്റ് ലീവ് ആൻഡ് അലോ ടു ലീവ്. ഈ ഒരു തത്വമാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിൽ എടുക്കേണ്ടത്. അതാണ് സാറിന്റെ വാക്കുകളിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. താങ്ക് യു സർ, നല്ലൊരു സെഷൻ. താങ്ക് യു സർ. ഓക്കെ, വേറെ ആർക്കാ ഷെയർ ചെയ്യാൻ പറ്റുന്നത്? രാജു സർ. സർ അൺമ്യൂട്ട് ചെയ്യാം. അൺമ്യൂട്ട് ചെയ്യാം. Thank you very much, Sabu sir. The holistic approach of freedom. Lengo sir, to see the topic വളരെ നല്ല relevant ആയ topic ആയിരുന്നു. Freedom എന്ന് പറയുന്നത് should not misuse it. റൂഷോ പണ്ട് ഫ്രഞ്ച് റെവല്യൂഷൻ റൂഷോ പറഞ്ഞിരിക്കുന്നത് man is born free but man is everywhere in chains. സോഷ്യലിസ്റ്റിക് അപ്രോച്ച് ഇല്ല പറഞ്ഞത്. എന്നാൽ കുറച്ചുകൂടി ഹോളിസ്റ്റിക് അപ്രോച്ച്, അതായത് മൈൻഡ്, ബോഡി, സോൾ ഇതെല്ലാം കൂടി ചേർന്നുള്ളതാണ് പൂർണ്ണ മനുഷ്യന്റെ കാര്യം ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. തീർച്ചയായിട്ടും ഈ ഹോളിസ്റ്റിക് അപ്രോച്ചില് നമ്മുടെ ഫ്രീഡം വളരെയധികം ചിലപ്പോൾ റെസ്ട്രിക്റ്റഡ് ആണെന്ന് ഇപ്പോൾ നമ്മളിവിടെ കണ്ടു. ആ റെസ്ട്രിക്ഷൻ എപ്പോഴും ആവശ്യമാണ്. അവിടെ ചെയിനായിട്ട് തന്നെ കാണരുത്. തീർച്ചയായിട്ടും അതിന് സെൽഫ് അവയർനെസ് വേണം. ഇപ്പം നമ്മുടെ സാറ് കൂട്ടിച്ചേർത്തു. സെൽഫ് അവയർനെസ്, മൈൻഡ്ഫുൾനെസ് ഒക്കെയും ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലെങ്കോ സാറിന്റെ ടോപ്പിക്കും അതിന്റെ എക്സ്പ്ലനേഷൻ വളരെ അധികം relevant and also it was വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഈ അപ്രോച്ച് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ കവോസ് സമൂഹത്തിലും ചുറ്റുപാടുകളിൽ നമ്മൾ സൃഷ്ടിക്കുന്നതായിട്ടുള്ള ഈ എന്താ പറയുന്നത് വലിയതായിട്ടുള്ള ഒച്ചപ്പാട്, വലിയതായിട്ടുള്ള കവോസ്, കൺഫ്യൂഷനൊക്കെ, തീർച്ചയായിട്ടും കൺഫ്യൂഷനൊക്കെ ഉണ്ടാകുമെന്ന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമ്മുടെ മൈൻഡും ബോഡിയും മൈൻഡും സോൾ ഇത് മൂന്നും കൂടി ചേർന്നാണ് മനുഷ്യൻ.
വേർതിരിച്ച് കാണാനാവില്ല. What is good for the mind? If you have a sound mind, having a sound body, and also the reverse. Sound body, sound mind in a sound body, and sound body in a sound mind. These are interdependable. ആ അപ്രോച്ചാണ് നമുക്ക് ആവശ്യം. അതാണ് ഇവിടെ തീർച്ചയായിട്ടും ഹോളിസ്റ്റിക് അപ്രോച്ച് നമ്മുടെ ഫ്രീഡത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഉണ്ടാവണം. ഹോളിസ്റ്റിക് അപ്രോച്ച് എല്ലാ കാര്യങ്ങളിലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ ഹോളിസ്റ്റിക് അപ്രോച്ച് ഉണ്ടാവണം എന്നുള്ള വലിയൊരു സത്യമാണല്ലോ, വലിയൊരു ഫാക്റ്റാണ് നമുക്ക് ഇന്നിവിടെ മനസ്സിലാക്കാൻ സാധിച്ചത്. വളരെയധികം നന്നായി ഇത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. താങ്ക് യു വെരി മച്ച് സർ. ബാക്ക് ടു യു സർ. Thank you, sir. Thank you. Arun, sir. Yes. സാബു സാർ, ഗുഡ് ഈവനിങ്. സാറ് എനിക്ക് എല്ലാ പ്രാവശ്യവും നമ്മുടെ ഈ വെബിനാറിന്റെ ലിങ്ക് എനിക്ക് അയച്ചു തരും. പക്ഷെ എനിക്ക് വീട്ടിലേക്ക് വരുന്ന സമയവും പിന്നെ കുറച്ച് ടൈറ്റ് ആയതുകൊണ്ടാണ് കയറാൻ പറ്റാത്തത്. പക്ഷെ ഇന്ന് ഞാൻ എങ്ങനെയോ ഫ്രീ ആയി. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ പിന്നെ മൈൻഡ്ഫുൾ പ്രാക്ടീഷണർ എളങ്കോ സാറിന്റെ ക്ലാസ് ഇപ്പൊ രാവിലെ 5:20 എളങ്കോ സാറിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു ഇന്ന് ഇംഗ്ലീഷ് ക്ലബിൽ. അതും മൈൻഡ്ഫുളിനെ സംബന്ധിച്ചായിരുന്നു. ഇപ്പോഴും സാറ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മൈൻഡ്ഫുൾനെസ്സിനെ പറ്റിയാണ്. ഇന്ന് എൻ്റെ അടുത്ത് എൻ്റെ ഒരു സ്റ്റുഡന്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ആ സ്റ്റുഡന്റിന് ഞാൻ ഇങ്ങനെ ലാബ് കഴിഞ്ഞ് കുറച്ച് സമയം എനിക്ക് കിട്ടിയൊരു 3:30 ആയപ്പോൾ എൻ്റെ ലാബ് പ്രാക്ടിക്കൽ വർക്ക് കഴിഞ്ഞ്. അപ്പൊ 4 o'clock അവർക്ക് പോയാൽ മതി ലാബിൽ നിന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു, ഞാൻ കേൾക്കാന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ ടീച്ചേഴ്സൊക്കെ അങ്ങോട്ടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ച് വർഷമായിട്ട് ഇങ്ങോട്ട് കേട്ടോണ്ടിരിക്കുക. അപ്പൊ അത് പറഞ്ഞപ്പോ അവരെന്റെ അടുത്ത് പറഞ്ഞു, സാറ് സമയം കിട്ടുന്നില്ല ഒന്നിനും, അതാണ് പരാതി. അപ്പൊ ഞാൻ പറഞ്ഞു, ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, നിങ്ങൾ പ്രസന്റിൽ അങ്ങ് ജീവിക്കുക. പാസ്റ്റിലേക്ക് പോകണ്ട, ഫ്യൂച്ചറിലേക്ക് പിന്നെ മുന്നോട്ട് പോകണ്ട, ചിന്തിക്കണ്ട. നിങ്ങൾ പ്രസന്റിൽ അങ്ങ് ജീവിക്കുക. അപ്പൊ പ്രസന്റിൽ സമയം കിട്ടുമെന്ന്. സോ ഇതൊക്കെ എനിക്കൊരു പക്ഷേ നമ്മുടെ എളങ്കോ സാറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണെന്ന് എനിക്ക് തോന്നുന്നു. എളങ്കോ സാറാണ് ഇതിന്റെ കാര്യങ്ങൾ പ്രസന്റ് ജീവിക്കുക എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയും മറുപടി ഞാൻ പറഞ്ഞോളൂ. അപ്പൊ അവരെന്നെ ചോദിച്ചു, പ്രസന്റിൽ എങ്ങനെ ജീവിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ ലാബിൽ ഇരിക്കുകയാണ്, ഞാനുമായിട്ട് സംസാരിക്കുകയാണ്, അത് എൻജോയ് ചെയ്യുക. ഇപ്പൊ ഇളങ്കോ സാറിന്റെ ക്ലാസ് കേട്ടോണ്ടിരിക്കുകയാണ്, അത് കേട്ടോണ്ടിരിക്കുക. കുറച്ച് മുമ്പ് ഞാൻ കായലിന്റെ സൈഡിലേക്ക് നടക്കാൻ പോയി. അപ്പൊ അവിടെ നടക്കുക, എന്റെ തൊട്ടപ്പുറത്ത് കായലാണ്. അപ്പൊ അവിടെ നടക്കുക, മീൻ പിടിക്കുന്ന 2-3 സുഹൃത്തുക്കളെ കണ്ടു, സംസാരിച്ചു. പള്ളിയിൽ പോയി, അവിടെ ഒരു ഗ്ലാസ് പായസം കിട്ടി. സോ അതൊക്കെ എൻജോയ് ചെയ്യുക. സോ അതാണ് എനിക്ക് തോന്നുന്നു മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ ആ കുട്ടികളുടെ അടുത്ത് തന്നെ പറഞ്ഞു, ഇതൊന്നും അനുഭവിക്കാതെ നിങ്ങളെ പഠിപ്പിച്ചു തരാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. എളങ്കോ സാറേ, അത് കറക്റ്റ് അല്ലേ? നമ്മൾ ഇത് അനുഭവിക്കാതെ വേറൊരാടുത്ത് മൈൻഡ്ഫുൾനെസിന്റെ ക്ലാസ് എടുക്കാൻ പോയാൽ അവര് വിചാരിക്കും നമുക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നേ വിചാരിക്കത്തുള്ളൂ. ഇങ്ങനെ എന്തോ പറയുന്നു. അപ്പൊ ഞാന് തിരിച്ചിവിടെ വന്നു, മോനെ ട്യൂഷനിൽ നിന്ന് വിളിച്ചു, അവരുമായിട്ട് കുറച്ചു നേരം കള്ളനും പോലീസും ഒക്കെ കളിച്ചു. 7:30 ആയപ്പോൾ ഞാനിത് ജസ്റ്റ് നോക്കിയപ്പോൾ സാറിന്റെ ക്ലാസ്, ഞാൻ സാറിന്റെ ക്ലാസ് കേൾക്കുന്നു. ഇനിയും സമയമുണ്ട്, ഇനിയും 11 മണിയാകാൻ ഇനിയും ഏകദേശം 3 മണിക്കൂർ മേളിലുണ്ട്. സോ ഇതാണ് എനിക്ക് ഒരു പക്ഷേ മൈൻഡ്ഫുൾനെസ് ക്ലാസ് കേൾക്കുന്നത് കൊണ്ട് എനിക്ക് കിട്ടുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്, എല്ലാത്തിനും സമയമുണ്ട് എന്നുള്ള ഒരു തോന്നല് ജീവിതത്തിൽ വരിക. എല്ലാവരോടും ആ സമയം ഉണ്ടായതുകൊണ്ട് തന്നെ ദേഷ്യപ്പെടാതെയും വളരെ കാര്യമായിട്ടൊക്കെ സംസാരിക്കാൻ കഴിയുക. ഇതൊക്കെയാണ് മൈൻഡ്ഫുൾനെസിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞതോ കേട്ടിട്ടോ ഒന്നുമില്ല. എന്നാലും ഇതുപോലുള്ള എളങ്കോ സാറിന്റെ ക്ലാസ്സുകൾ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാക്കാനായിട്ട് കടന്നു വരുന്നു. സാർ എന്ന് പറഞ്ഞ് എനിക്കൊന്ന് ഫ്രീഡം, അത് ഏറ്റവും അനിവാര്യമാണ്. നമ്മുടെ മൈൻഡ്ഫുൾനെസ്സിന് നമ്മുടെ ഫ്രീഡം ഓഫ് സിറ്റിംഗ് എലോൺ ഞാൻ എപ്പോഴും പറയാറുണ്ട്.
ഫ്രീഡം ഓഫ് സിറ്റിംഗ് അലോൺ, അതായത് തനിച്ചിരിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം. അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരുപക്ഷെ ഒരു 80% ആൾക്കാർക്കും ഇല്ല, തനിച്ചിരിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം. ഇപ്പൊ ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ ഇരിക്കും, വൈഫും മക്കളും ഒക്കെ ആയിട്ടിരിക്കും, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ ആയിട്ടിരിക്കും. പക്ഷെ തനിച്ച് ഒരു സ്ഥലത്ത് കുറച്ച് സമയം, ഒരു 15 മിനിറ്റ് എങ്കിലും ഒരു ദിവസം ഒന്ന് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഇന്ന് എവിടെയോ നഷ്ടപ്പെട്ടു. അതാണ് ഞാനിപ്പം സാറിന്റെ ഈ ഫ്രീഡം കേട്ടപ്പോൾ ഞാൻ പിന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത്. സോ ആ തനിച്ചിരിക്കുന്ന സമയമാണ് സത്യം പറഞ്ഞ മൈൻഡ്ഫുൾനെസ് ഒരുപക്ഷെ നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഒരുപാട് സമയം ഞാൻ എടുക്കുന്നില്ല. സാബു സാറിനും പിന്നെ ഇളങ്കോ സാറിനും ഒക്കെ ഇതുപോലുള്ള ക്ലാസ്സുകൾ വെക്കുന്നതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു സാബു സാർ, താങ്ക് യു വെരി മച്ച്. സോറി ഞാൻ ഇതിന് വരാഞ്ഞതിനകത്ത് പങ്കെടുക്കാൻ, എന്നാലും നിരന്തരം സാറ് ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്നതിന് ഒരുപാട് സന്തോഷം. സാറിന് അറിയാം ഒരു പ്രാവശ്യം ഒരാൾ ഇത് മാറും എന്നറിയാം, അതുകൊണ്ടാണ് സാർ അയക്കുന്നതെന്ന് എനിക്കറിയാം. താങ്ക് യു വെരി മച്ച്. അത് നമ്മുടെ ഡ്യൂട്ടിയാണ് അരുൺ. ഓക്കെ, താങ്ക് യു അരുൺ. രമാവതി മാം, നമ്മുടെ ഇളങ്കോ സാറേ ഇടയ്ക്ക് വീട്ടിലും എല്ലാം അവിടെ ഇല്ലാത്ത ഒരു അവസ്ഥയാണ്, നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. പെട്ടെന്ന് പറയും രമാവതി മാം. சாபு சார், இளங்க சார், இந்த டைம் இந்த சாரு வந்து இந்த மொபைல்ல எல்லாருக்கும் வேண்டி இந்த கிளாஸ் கண்டக்ட் செய்ய ரொம்ப தேங்க்ஸ் ஃபர்ஸ்ட் ஆஃப் ஆல். എനിക്ക് തമിഴ് കുറച്ച് പഠിക്കണം എന്നുണ്ട്. അപ്പം സാറേ നമ്മൾ പറയുന്ന ഫ്രീഡം വേണം എന്നുള്ള രീതിയിൽ അത് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പക്ഷെ സാർ പറഞ്ഞ പോലെ സ്ലേവ്സിന് ഫ്രീഡം ഇല്ല. അപ്പൊ അത് പറയുമ്പോ പാരതന്ത്ര്യം മാനവർക്ക് മരണത്തെക്കാൾ ഭയാനകം എന്ന് പറയുന്നത്. കാരണം ചിലപ്പോ ഞാൻ ആലോചിക്കാറുണ്ട്, ഈ ജയിലിലെല്ലാം കിടക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ ഒരു റൂമിൽ ഒരു 5 മിനിറ്റ് അറിയാതെ ലോക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവസ്ഥ, നമ്മൾ അനുഭവിക്കുന്ന വിഷമം, അത് ലോക്ക് ചിലപ്പം ഇത് എടുക്കാനേ പറ്റുന്നില്ല ടൈറ്റ് ആയിട്ട്. അന്നേരം ഒരു 2 മിനിറ്റ് മതി, നമുക്ക് വല്ലാത്തൊരവസ്ഥയോ സാർ വരുന്നത്. അതുപോലെ സാറ് പറഞ്ഞത് പെയിൻ ആൻഡ് പ്ലഷറിൽ പറയുമ്പോ പാമ്പിനെ കൊണ്ടല്ലേ സാറേ, അങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞു സാറ്. പെയിൻ ആൻഡ് പ്ലഷർ പറയുമ്പോ ഒരു പാമ്പിന്റെ കാര്യം അങ്ങനെ എന്താ പറഞ്ഞില്ലേ സാറേ, കടിപ്പിക്കുന്ന പാമ്പിനെ, അങ്ങനെയുള്ളത്. അത് നല്ലൊരു എക്സാമ്പിൾ ആണ്. അങ്ങനെ ചിലപ്പം ചെറുപ്പകാലത്ത് ചെറിയ കുട്ടികൾ വീണാലുണ്ടല്ലോ സാറേ, പണ്ട് ഒരു അടി കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താ പറഞ്ഞ അവന്റെ ആ വേദന പോകാനാ ഈ വേദന ഇതിങ്ങനെ അടിക്കുന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ വ്യക്തിപരമായ ഫ്രീഡം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിടാന്നുള്ള എക്സാമ്പിൾ ആണ് സാറേ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾ. ഹോസ്റ്റലിൽ നമ്മളിപ്പോ വീട്ടില് കുട്ടികൾ ഉറക്ക വായിച്ചാലേ ചില കുട്ടികൾക്ക് മനസ്സിലാവുള്ളൂ. വീട്ടിലിപ്പം കുറെ നേരം ഫോണെല്ലാം നോക്കി മൊബൈലെല്ലാം നോക്കി കളിച്ചിട്ട് രാത്രി 2-3 മണി വരെ ഉറക്കഴിച്ച് പഠിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷെ ഹോസ്റ്റലിൽ എത്തുമ്പോ സാറ് പറഞ്ഞ പോലെ നമുക്ക് ഫ്രീഡം ഉണ്ടെന്ന് വെച്ചിട്ട് അവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ സാറേ. ഇപ്പം ഏട്ടന്മാന്ന് പറയുന്ന 10 മണിക്ക് ശേഷം ഇവിടെ ലൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഓഫ് തന്നെ. അതുപോലെ ഇവിടെ കുറെ കുട്ടികളുടെ ഉറക്കം വായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ സാറ് പറഞ്ഞ പോലെയാണ്, നമുക്ക് ഫ്രീഡം ഉണ്ട്, പക്ഷെ ആ സമയത്ത് നമുക്കത് ചെയ്യാൻ പറ്റാത്തല്ല, നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ബ്രീത്തിങ്ങിന്റെ പറഞ്ഞല്ലോ സാറേ, ഈ ബ്രീത്തിങ് എന്ന് പറയുമ്പോ നമ്മളിപ്പം പ്രാണായാമം ഒക്കെ ചെയ്യുമ്പോ ശരിക്കും മനസ്സിനെ കൺട്രോൾ ചെയ്തിട്ടാണല്ലോ അത് ചെയ്യുന്നത്. എനിക്കൊന്ന് അങ്ങനെ മനസ്സിനെ കൺട്രോൾ ചെയ്തിട്ട് ചെയ്യുമ്പോ നമ്മള് ചിന്തകളെ തന്നെ ലോക്ക് ചെയ്യുന്നതാണ് നമ്മള്. നമുക്ക് അന്നേരം ഒരു ചിന്തയും വരൂലല്ലോ സാറേ. അങ്ങനെയാണ് സാധാരണ ചെയ്യുമ്പോ. ഒരുപാട് കാര്യങ്ങളുണ്ട് സാർ അങ്ങനെ. താങ്ക് യു സാർ. താങ്ക് യു മാം. താങ്ക് യു. വേറെ ഇനി ആരുള്ള? നസീം മാം ഉണ്ടാവും? ഷാകുമാരി മാം? താങ്ക് യു സർ. താങ്ക് യു സാബു സാർ. താങ്ക് യു ഇളങ്കോ സാർ. നല്ലൊരു സെഷൻ. സ്വാതന്ത്ര്യത്തിന്റെ ബൗണ്ടറീസ് അത് ഏതെല്ലാം മേഖലകളിൽ കീപ്പ് ചെയ്താലാണ് നമുക്കൊരു ജെന്റിൽനെസ് വരുത്താൻ കഴിയുന്നത്. അതോടൊപ്പം സാറ് വിഷ്വലി, ഓഡിറ്ററി, കിനസ്തെറ്റിക്കലി, ഓൾഫാക്ടറി, ഗസ്റ്റാറ്ററി എല്ലാ ലെവലും രസമായിട്ട് പറഞ്ഞു. അപ്പൊ ഈ ബൗണ്ടറീസ് ഒക്കെ എത്ര ലിമിറ്റേഷൻസ് വരെ ആവാം, അപ്പോഴാണ് നമുക്കൊരു ഹോളിസ്റ്റിക് വേയിൽ എത്തുന്നതെന്നുള്ളത് വളരെ ആപ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിളിൽ കൂടെ തത്സമയത്തെ സംഭവങ്ങളായിട്ട് കണക്ട് ചെയ്തു. അത് മൈസെൽഫ്, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ,
അത് സൊസൈറ്റിയിലേക്ക് പിന്നെ എൻവയോൺമെന്റിലേക്ക് സ്പ്രെഡ് ചെയ്യണതൊക്കെ വളരെ നന്നായി തന്നെ സാറ് ക്ലാസ് എടുത്തു. അപ്പോ ഒരു മധ്യപാത തുടരുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് മനസ്സിലായത്. അത് നമ്മുടെ സംസ്കാരത്തിലും പെരുമാറ്റത്തിലും ഭക്ഷണ രീതിയിലായാലും ചിന്തയിലായാലും എത്ര വരെ ആകാം, എത്ര പാടില്ല എന്നത് ഫ്രീഡം ഓൺലി അപ്പോൺ ഓൺലി certain ലെവൽ. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇളങ്കോ സാർ, താങ്ക് യു വൺസ് അഗെയിൻ. വണ്ടർഫുൾ സെഷൻ. പ്രത്യേകിച്ച് ഈ സമയത്ത് അല്ലെ, ഈ മൈൻഡ്ഫുൾനെസിന്റെ ഈ കറക്റ്റ് ടൈമില് ഈ ഫ്രീഡത്തിനേക്കാളും നല്ലൊരു ടോപ്പിക് ഇല്ല. അത് വളരെ കൃത്യമായിട്ട് സാർ അത് ഉപയോഗിച്ചു. അതിന്റെ ഒരു അവയർനെസ് നമ്മുടെ മനസ്സിൽ നിൽക്കട്ടെ. കാരണം നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉള്ള ഫ്രീഡം ആണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ഫ്രീഡം മിസ്യൂസ് ചെയ്യപ്പെട്ടു പോകും. മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ അതിനേക്കാളും വലുതാണ്. സോ നാളെ നമുക്ക് തിരുക്കുറളിന്റെ അടുത്തൊരു സെഷനിലേക്ക് പോകാം. സോ വൺസ് അഗെയിൻ താങ്ക് യു ഇളങ്കോ സാർ. താങ്ക് യു ഓൾ ആൻഡ് ഗുഡ് നൈറ്റ്. Okay, sir. Thank you. Good night to all.